കർത്താവിൻ്റെ ശുശ്രൂഷയിലെ ദൈവവചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഈശോ എന്നാ പറഞ്ഞത്? ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഈശോ പറഞ്ഞ കൂട്ടത്തിൽ കാര്യമായി പറഞ്ഞതാണ്, കടലാണെങ്കിൽ തിരയുണ്ടാകും അല്ലേ? കടലാണെങ്കിൽ തിരയുണ്ടാകും, വെള്ളമാണെങ്കിൽ വെള്ളത്തിൽ എപ്പോഴായാലും ഓളം ഉണ്ടാകും അല്ലേ? അതുപോലെ ഈശോ പറഞ്ഞത് എന്താണ്? ലോകമാണെങ്കിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും. അപ്പം നമുക്കത് പ്രതീക്ഷിക്കാം. അതാണ് ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. എന്താ പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് ഹല്ലേലൂയ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് പിന്നെ പറയുന്ന വാക്ക് എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 16:33. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം എന്താ പറയണത്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞേ, ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പം ഞെരുക്കങ്ങൾ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ കടലാണെങ്കിൽ തിരയുണ്ടാകും, നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പം മൂക്കില്ല നമുക്ക് അല്ലേ? മൂക്കിൽ നല്ല ഗന്ധവും വരും, മോശം ഗന്ധവും മൂക്ക് സംവേദനം ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ഗന്ധം മാത്രം മതിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകത്ത് കട്ടിലിൻ്റെ അടിയിൽ ഒരു എലിയത്ത് കിടന്നാൽ നമ്മളെങ്ങനെ അറിയും? നല്ല ഗന്ധം, പനിനീർപ്പൂവിന് നല്ല എഡ്വേർഡ് റോസിൻ്റെ ഗന്ധം മാത്രം നമുക്ക് മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മച്ചിൽ ഒരു പൂച്ച ചത്ത് കിടന്നാൽ നമ്മളെങ്ങനെ അറിയും? അറിയത്തില്ല. അപ്പോൾ അതൊരു മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മൂക്കാണെങ്കിൽ നല്ല ഗന്ധവും അറിയണം, മോശം ഗന്ധവും അറിയണം. രണ്ടിനും ഒരു വാല്യൂ ആണ്. സന്തോഷത്തിനും സങ്കടത്തിനും ദൈവതിരുസന്നിധിയിൽ ഒരു വാല്യൂ ആണ്. സന്തോഷത്തിനൊരു പ്രത്യേക വാല്യൂ, സങ്കടത്തിന് വില കുറവല്ല. പിന്നെ ഈശോ പറയും, അങ്ങനെ ഞെരുക്കങ്ങളുടെ കാലം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? അതാണ് ശരിക്കും പറഞ്ഞാൽ 16:33, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളുടെ സമാധാനം ആരാ? ഈശോ. ഈശോയിൽ സമാധാനം കണ്ടെത്താൻ വേണ്ടിയാണ് ഞെരുക്കങ്ങൾ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞെരുക്കങ്ങൾ വരുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. നമ്മൾ പല കാര്യങ്ങളിലും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഇന്നലെ വൈകുന്നേരം ഈ താക്കോല് പോലത്തെ ഒരു യന്ത്രം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആരോ കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ ടി വിയിലൊക്കെ കാണിക്കുന്ന ഈ കുബേര കുഞ്ചോ എന്ത് സംഭവം കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കാശുണ്ടാവുമെന്ന് പറഞ്ഞു. നമ്മുടെ ആൾക്കാർ വില്ലന്മാരല്ലേ? എവിടെയെങ്കിലും പച്ചവെള്ളമാണ് കൊടുക്കണമെന്ന് പറഞ്ഞാലും ശരി, തലക്കിടിച്ച് മേടിച്ച് വേണമെങ്കിൽ പഞ്ചായത്ത് കിണറ്റിൽ കയറി ആത്മഹത്യ ചെയ്ത് കളയും. ഇങ്ങനെ അത് ഈ മനുഷ്യന്മാർ സമാധാനം കണ്ടെത്തുന്ന ഇടങ്ങളാണ്. ഒത്തിരി ഉണ്ട്, ആദ്യം വരെ ഉള്ളതാണ് ഇങ്ങനെ. പക്ഷേ യഥാർത്ഥ സമാധാനത്തിൻ്റെ സ്ഥലത്തേക്ക്
നമ്മളെ കൊണ്ടുവരുന്ന ആരാണ്? ഞെരുക്കവ. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നിൽ സമാധാനം എന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് പറഞ്ഞത്. അപ്പം എന്തെങ്കിലും ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഉടനെ ഓർത്തേക്കണം, ഈശോയിൽ സമാധാനം ഉണ്ടെന്നിതിന്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ കേട്ട സാക്ഷ്യങ്ങളൊക്കെ കേട്ടില്ലേ? എന്തോ ഒരു വലിയ സാക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു സാക്ഷ്യം കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച, ഒരു ചേച്ചിക്ക് ബേക്കറി തുടങ്ങണമെന്ന് ആഗ്രഹം. അവർക്ക് ബേക്കറി ഉണ്ട്, പക്ഷേ അത് വലിയ കച്ചവടമൊന്നുമില്ല. ഒരു അപ്രധാനമായ സ്ഥലത്താണ് അത് നിൽക്കുന്ന കൊണ്ട് അധികം കസ്റ്റമേഴ്സും കച്ചവടമൊന്നുമില്ല. അപ്പോൾ ചേച്ചി ഒരു കൊല്ലമായിട്ട് ഇവിടെ വരുന്നതാണെന്ന് ഇവിടെ സാക്ഷ്യത്തിലുണ്ട്. പക്ഷെ അവർ പറയണത് ഞാൻ ഉടമ്പടി ചെയ്തില്ല. എന്നാ ചെയ്യാതിരുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ഉടമ്പടി ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. അപ്പോഴാണ് ബേക്കറി, ഞങ്ങളുടെ ബേക്കറി ആൾക്കാരൊന്നും അധികം വരാത്തത് കൊണ്ട് ഒരു പ്രത്യേക ആവശ്യമുണ്ടായി. എന്താണ്? ഇതൊന്ന് 10 മനുഷ്യർ വരണ കവലയിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന്. അപ്പോഴതിന് പൈസയൊക്കെ ചിലവുള്ളതാണ്. പക്ഷെ അപ്പോഴത് തോന്നി അത് ഒന്നാമത്തെ കാര്യമായിട്ട് വരുന്നവർ ഉടമ്പടി ചെയ്ത്, ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ ആ സാക്ഷ്യം സുന്ദരമായി കിടപ്പുണ്ട്. അപ്പോഴേ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് പിറ്റേ ദിവസം ഇവരുടെ ബേക്കറി കടയിലേക്ക് ഒരാൾ വരും. ബേക്കറി കടയിലോട്ട് ഒരാൾ വരും. ആൾ വെച്ച് പറഞ്ഞു, നിങ്ങളുടെ അവർ പറയും, നിങ്ങളുടെ അയൽവാസി കവലയിലൊരു കെട്ടിടം പണിയുന്നുണ്ടല്ലോ എന്ന് പറയും. നിങ്ങളുടെ അയൽവാസി കവലയിലൊരു കെട്ടിടം പണിയുന്നുണ്ടല്ലോ എന്ന്. ഉടനെ ഹസ്ബൻഡും വൈഫും വിശ്വാസികളാണെങ്കിലേ വലിയ ഒരു മെച്ചമാണ്. ഇപ്പം തന്നെ പലപ്പോഴും കണ്ടില്ലേ, ആ അമ്മച്ചി ഉപ്പെറിഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ? അവരു സംഭവമാണ്. അതായത് മകൻ വെള്ളമടിച്ച് ഭ്രാന്തായവനാണേ. എന്ത് വ്രണം വന്നിട്ട് ഈച്ചയും പാറ്റയും പല്ലി എല്ലാം കുരണ്ടിട്ട് ഇങ്ങനെ പ്രാകൃത വേഷം കെട്ടി വെളിവില്ലാണ്ടിരിക്കുക. ഈ അമ്മ ഞാനതൊക്കെ അകത്തിരുന്ന് കേൾക്കുമ്പോൾ ഞാൻ ദൈവമേ, അമ്മ ജീവിച്ചിരുന്നത് ഭാഗ്യമായെന്ന് അല്ലേ? അവർക്ക് അത്രയും ആ പഴുത്തൊക്കെ ഇരിക്കുന്ന വൃത്തി കെട്ടിക്കണതിന് അതിന് മന്ത്രവാദം ചെയ്ത് പിശാചും കയറിയിരിക്കുക. ഭ്രാന്ത് മാത്രമല്ല, പിശാചും കൂടി കയറിയിരിക്കുക. എന്നിട്ട് ഈ ഭ്രാന്തും പിശാചും ഒരുമിച്ച് കയറി ആക്രമിച്ച മനുഷ്യൻ്റെ പുറകിൽ ഉടമ്പടി ചെയ്തിട്ട് ഈ തള്ള ഉപ്പുമായിട്ട് നിൽക്കുന്നൊരു കാഴ്ച ഉണ്ട്. ഞാൻ പാത്ത് നിൽക്കിയിരുന്നെന്ന്. എനിക്ക് അക്ഷരജ്ഞാനമൊന്നുമില്ല, പക്ഷെ എനിക്ക് വിശ്വാസ പ്രമാണം അറിയാവുന്ന ആ വർത്താനമൊക്കെ എന്ത് ഇട്ടിപ്പെട്ട് വർത്താനാണ്. എനിക്ക് വലിയ അക്ഷരജ്ഞാനമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും അറിയാൻ പാടില്ല, പക്ഷേ അറിയേണ്ടത് എനിക്കറിയാം. വിശ്വാസ പ്രമാണം അറിയാവുന്ന ഞാൻ ആ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവൻ എന്നെ പിടിച്ച് കൊന്നുകളെ. അങ്ങനെ എൻ്റെ പുറകിൽ നിന്ന് ഞാൻ എറിഞ്ഞെന്നാണ് പറയണം. ആ എറിയണത് എന്താ? വിശ്വാസമാണ് എറിയണത്, ഉപ്പല്ല എറിയണത്. ഉപ്പൊരു അടയാളമാണ്. ചില ആൾക്കാർ ഉപ്പെറിഞ്ഞ വല്ലതും നടക്കുക ചെയ്യും. ഉപ്പല്ല എറിയണത് എന്താണ്? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അവൻ ദൈവം അവനെ മരിച്ചവളെന്ന് ഉയർപ്പിച്ചെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കണ മെക്കാനിസമാണ് വിശ്വാസ പ്രമാണം. അത് ഈശോ നാമത്തിലാണ് എറിയണത്. ഈശോ നാമത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ തകർച്ചയ്ക്കുള്ള പരിഹാരം ദൈവം അവൻ്റെ നാമത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന കൈ അടിച്ച് കർത്താണ്. ഒരു ചേച്ചി കൂടി സാക്ഷ്യം പറഞ്ഞില്ലായിരുന്നോ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച്? ഇല്ലേ? ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് വിശ്വാസ പ്രമാണം പഠിച്ചതെന്ന്. വിശ്വാസ പ്രമാണം അറിയാമായിരുന്നു, പക്ഷേ അത് ഇത്രയും വലിയ സംഭവമാണെന്ന് പഠിച്ചത് ഇവിടെയാണ്. പക്ഷെ സത്യം പറഞ്ഞ് ഞാനും പഠിച്ചത് സെമിനാരിയിൽ നിന്നല്ല. ഈ വിഷയം ഈശോ എന്നെ നേരിട്ട് പഠിപ്പിച്ചതാണ്. കാര്യം ഈ റോമ 10:9 എന്ന് പറഞ്ഞ്, റോമ 10:9 10-ാം അധ്യായം 9-ാം വാക്യം ഏറ്റു പറഞ്ഞ്, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുക. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുക. അധരം കൊണ്ട് ഏറ്റുപറയേണ്ട എന്താ?
വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ് എന്നേറ്റു പറയുകയാണ്. മന്ത്രവാദമല്ല കർത്താവ്. അവൻ്റെ കാലെ പോയി വ്രണത്തെ പോയിരിക്കണം ഈച്ചയും പാമ്പും ഒന്നുമില്ല. യേശു കർത്താവാണ്. അതാണ് സംഭവം. എന്ത് ജപ്തി നടപടി വന്നാലും ക്യാൻസർ വന്നാലും പറയണം എന്താണ്? ക്യാൻസറല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. യേശു കർത്താവാണ് എന്ന് പറഞ്ഞേ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ചിലറെ കാര്യമല്ല, എന്നാ മരിച്ചവരിൽ നിന്ന്. ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന മാക്സിമം ദുരന്തം എന്താ? മരണം. ഈ മരണത്തെയും ജയിച്ച കാര്യമാണ് ഈ പറയണത്. അങ്ങനെ ഭൂമിയിൽ ആരുമില്ല, യേശു ക്രിസ്തു മാത്രം. കൈ അടിച്ചു കർത്താവ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പം നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണത് എന്താ? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പോൾ നമ്മൾ എന്തിനാ കൈവക്കി പ്രാർത്ഥിക്കണത്? ഇതൊരു വചനമാണ്. ഇതൊരു വചനമാണ്. എന്ത് വചനമാണ്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. നമ്മളിങ്ങനെ കൈപൊക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് പ്രഘോഷിക്കണം, അല്ലേ? പക്ഷെ ഇതൊരു വചനമാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ഓരോ ഡിസ്പോസിഷൻ എല്ലാം മുട്ടും മടക്കുമെന്ന് വെളിപാടിൻ്റെ പുസ്തകം പറയുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കുഞ്ഞാടിൻ്റെ മുമ്പിൽ, മരണത്തെ ജയിച്ച കുഞ്ഞാടിൻ്റെ മുമ്പിൽ ദൈവ പൈതൽ മുട്ടുമടക്കിക്കൊണ്ട് നിന്നിട്ട് പറയും എല്ലാം മുട്ടും മടങ്ങുമെന്ന് പറയും, അല്ലേ? സ്തുതിയുടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതാണ് വിശ്വാസ പ്രമാണം. അതിൻ്റെ കൂടെ എല്ലാം വരുന്നത് ഇപ്പം നമ്മൾ വായിച്ചത് റോമ 10:9. അതിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ് ഫിലിപ്പിയർ 2:7. സകല നാമങ്ങളും മുഴങ്കാലും അടക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കൂടെ വരുന്നതാണ് നടപടി 4:12. മറ്റൊരുവനും രക്ഷയില്ല. എന്താ പ്രശ്നം? ഇതെല്ലാം ഒന്നാമത്തെ ആദ്യകാലങ്ങളിൽ അപ്പം നൽകിയ പ്രമാണമില്ലേ? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന പ്രമാണം. ഈ കുബേർ കുഞ്ചൊക്കെ കണ്ടെത്തിയത് കൊണ്ടാണ് ഇപ്പോൾ കർത്താവിൻ്റെ വചനം അങ്ങനെ പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം. അതായത് വ്യഭിചാരത്തേക്കാൾ, കൊലപാതകത്തേക്കാൾ വലിയ പാപമാണ് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും രക്ഷ അനുഭവിക്കുകയും ചെയ്തവർ വീണു പോയാൽ എന്താ സംഭവിക്കണത്? 1 പത്രോസ് 2:20 അതുപോലെ തന്നെ ഹെബ്രായർ 4:6 ഒരു വചനം പറയും. എന്താ? ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ വീണു പോയാൽ. അതൊക്കെ വീണത് നിസ്സാര കാര്യത്തിനാണേ. എന്തെങ്കിലും ഒരു രോഗം വന്ന്, അല്ലെങ്കിൽ സാമ്പത്തികമായ കടങ്ങൾ വന്നപ്പോൾ കുറച്ച് ഞെരുക്കം കൂടി, അങ്ങനെയാണ് സത്യദൈവത്തെ വിട്ട് മനുഷ്യൻ താൽക്കാലിക സങ്കല്പങ്ങളിൽ അഭയം പ്രാപിക്കുന്നത്. അതിൻ്റെ വടുക്കൾ നമ്മൾ സോറി പറഞ്ഞാൽ തീരണതല്ല. എനിക്കിന്നും തോന്നിയിട്ടില്ല. 10-21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ ഈ ഒന്നാം പ്രമാണ ലംഘനക്കാരന് ദർശനം വരും, ബാക്കിയുള്ളതിന് ദർശനം വരത്തില്ല. വ്യഭിചാരമൊക്കെ ചെയ്തിട്ടാണ് ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് മെസ്സേജിൽ നിന്ന് വരുന്നതല്ലാതെ നമുക്ക് പ്രത്യേകം ദൈവം നമ്മളെ ഓർപ്പിക്കത്തില്ല. എന്നുമ്പോൾ നിങ്ങൾ പോയി ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. കമ്പാരിറ്റീവ് നോക്കണം. പക്ഷെ ഒന്നാം പ്രമാണം ലംഘിച്ച ഒരാൾ കൗൺസിലിങ്ങിന് വന്നാൽ ടക്ക് 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 എന്ന് അപ്പം തന്നെ മെസ്സേജ് വരാൻ തുടങ്ങും. അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഞാൻ അങ്ങനെയാണ് പഠിച്ചത്, ഇത് സംഭവം ഭയങ്കര സീരിയസ് വിഷയമാണല്ലോ എന്ന്. നിങ്ങളുടെ ജോലിസനായാലും ശരി, സ്ഥാനം നോക്കുന്നതായാലും ശരി, സമയം നോക്കുന്നതായാലും ശരി, എല്ലാം ഒന്നാം പ്രമാണത്തിൻ്റെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. ഈ ഒരിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി അവിശ്വസ്തത കാണിച്ചാലേ പിന്നെ ദൈവത്തിൻ്റെ വിശ്വസ്തത പിടിച്ചു പറ്റാൻ വലിയ പാടാണ്. ഒന്ന് കുമ്പസാരിച്ചാൽ പാപം മോചിക്കപ്പെടുമെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ചിലപ്പോൾ ശിക്ഷ നിലനിൽക്കും. അതാണൊരു പ്രശ്നം വരുന്നത്. എന്താ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, വളരെ സീരിയസ്. അതായത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്ന് ഈശോ പറഞ്ഞില്ലേ. വാസ്തവത്തിൽ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഉടനെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും, ലൂസിക്കുട്ടി, ഇത് പ്രലോഭനമെന്ന് പറയണത് ഏറ്റവും വലിയ പ്രലോഭനം 1-ാം പ്രമാണം ലംഘിക്കുന്നതാണെന്ന് പറഞ്ഞു തരും. ഏറ്റവും വലിയ പ്രമാണം. അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് അബദ്ധം വന്നു, ചില ആൾക്കാർ ചില ജന്മനക്ഷത്രം, ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ചില പേപ്പട്ടികളുടെ ജ്യോത്സ്യന്മാരായിട്ടിരിപ്പുണ്ട്. അവൻ്റെ പേര് ഔസേപ്പ് തോമസ് എന്ന മാത്യു എന്നായിരിക്കും. അവൻ കൊണ്ട പരിച്ചാഴിയായിരിക്കും. അതായത് ക്രിസ്ത്യാനികളായിട്ട് ജ്യോത്സ്യം ചെയ്യുന്നവന്മാർ സാത്താൻ വർഷിപ്പുകാരാണ്. സാത്താൻ വർഷിപ്പിൻ്റെ റാങ്കിലുള്ളതാണത്. കാര്യം അത് ശാസ്ത്രമൊന്നുമില്ല. അത് മനുഷ്യൻ്റെ വിധി ഗോളങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് തീരുമാനിക്കാൻ വേണ്ടി. മനുഷ്യൻ്റെ വിധി ആരാണ് തീരുമാനിക്കേണ്ടത്? ദൈവമാണ് തീരുമാനിക്കേണ്ടത്. ഈശോയുടെ സ്വഭാവം എന്താണെന്നറിയാവോ? വിധിയെ തിരുത്തണതാണ്. നമുക്ക് വിധിയില്ല. എന്താ കാര്യം? വിധി ഉണ്ടെങ്കിൽ കർത്താവ് അത് തിരുത്തിയിരിക്കും. ഈ രക്ഷ എന്ന് പറയണത് വിധി തിരുത്തണത് കൂടി ഉൾപ്പെട്ടതുകൊണ്ടാണ്. ബർത്തിമേവുസിനെ കർത്താവ് അടുത്തേക്ക് വിളിക്കത്തില്ലേ? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ബർത്തിമേവുസിനെ അടുത്തേക്ക് വിളിച്ചിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു? ഞാൻ എന്ത് ചെയ്തു തരാമെന്നാണ് നീ ആഗ്രഹിക്കണത്? അപ്പോൾ ബർത്തിമേവുസ് ഒരു അന്ധയാചകനാണ്. അന്ധനുമാണ്, യാചകനുമാണ്. അവൻ്റെ വിധി എന്താണ്? നിരത്തിൽ കുത്തിയിരുന്നിട്ട് വഴിയെ പോണവരുടെയൊക്കെ യാചിക്കുകയാണ് അവൻ്റെ വിധി. അപ്പോഴ് അവൻ കണ്ണടച്ച് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കരികിലപ്പുറത്ത് ഒച്ച കേൾക്കണത്. ആൾക്കാർ കൂട്ടമായി പോകുമ്പോൾ അവൻ ചോദിക്കും, ആരാണ് കടന്നു പോകണമെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ പറയും, ദാറ്റ് ഈസ് ജീസസ് ഓഫ് നാസറത്ത്, നസ്രായനായ യേശുവാണ് കടന്നു പോകുന്നത്. ഓ ജീസസ് സൺ ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ പുത്ര എന്നാണ് വിളിക്കണത്. എൻ്റെ അർത്ഥം എന്താണ്? രക്ഷക എന്നാണ്. അവൻ രക്ഷക എന്ന് വിളിക്കുമ്പോൾ ഈശോ അവിടെ നിൽക്കും. നീയും ചങ്കക്കൊണ്ട് ബർത്തിമേവുസിനെ പോലെ രക്ഷക എന്ന് വിളിച്ചാൽ നിൻ്റെ വിധി ഇന്ന് തിരുത്തും കർത്താവ്. ഇനി നിനക്ക് നിരത്തിരുന്ന് നാട്ടുകാരെ ആശ്രയിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. നിന്നെ ആരുടെയും മുമ്പിൽ കൈ നീട്ടാനോ കർത്താവിയുടെ ജീവനോടെ ഇരിക്കുമ്പോൾ കൈ നീട്ടാനോ അല്ല കർത്താവ് നിന്നെ സൃഷ്ടിച്ചിരിക്കണത്. ആ ചേച്ചി എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് കവലയിലേക്ക് മാറ്റി ഒരു ബേക്കറി തുടങ്ങണം, പക്ഷെ കാശ് കയ്യിലില്ല. അതിനാണ് അവർ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉടമ്പടി ചെയ്ത് പിറ്റേ ദിവസം വന്നിട്ടൊരു മനുഷ്യൻ പറയും, കവലയിൽ ഒരാൾ കെട്ടിടം പണിയുകൊണ്ട് നിങ്ങളുടെ അയൽവാസിയാണെന്ന് പറയും. അപ്പോഴുടനെ ഈ മനുഷ്യൻ, ഭർത്താവ്, ഈ വൈഫിൻ്റെ ഭർത്താവ് ഉടമ്പടി എടുത്ത കാശ് രൂപ കൈ വെച്ചുകൊണ്ട് നേരെ കവലയിലേക്ക് പോകും. അത് നല്ല സാക്ഷിയാണ്, കേൾക്കാൻ രസമാണ്. അവർ നല്ല സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടത്. കവലയിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞത് ശരിയാണ്, അവിടെ അയൽവാസിയാണ്. പക്ഷേ അയൽവാസിക്ക് കവലയിലൊരു സ്ഥലമുണ്ടെന്നോ അവിടെ ഇയാളെ കെട്ടിടം പണിയാൻ പോകണമെന്നുണ്ടോ ഈ ആൾക്ക് ഈ ജന്മത്തെ അറിയത്തില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അയൽവാസി അവിടെ അയാളുടെ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അവിടെ കെട്ടിടമില്ല, ഒന്നുമില്ല, വെറുതെ നിൽക്കണയാൾ. ഈ വന്ന് പറഞ്ഞ ആളെന്താ പറഞ്ഞത്? നിങ്ങൾ അയൽവാസി കവലയിൽ കെട്ടിടം പണിയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ അയാൾ കെട്ടിടമൊന്നും പണിയണില്ല. അപ്പോൾ ഉടനെ ഈ കാശുരം കൊണ്ടുചെന്ന ആൾ ഇയാളോട് ചോദിക്കുവേ, ഇവിടെ വല്ലതും പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഉടനെ അയാൾ ചോദിക്കും, എന്താ പണിയണ? ഇവിടെ വല്ലതും പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടാന്ന് ചോദിക്കുമ്പോൾ ഈ ആ ഉടമസ്ഥ ചോദിക്കണത്, എന്താ പണിയണ എന്ന് ചോദിക്കണത് നല്ല അർത്ഥത്തിലാണ് ചോദിക്കണേ. അപ്പോൾ അയാൾ പറയും, ഞങ്ങൾക്ക് ഒരു ബേക്കറി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആ ശരി, എന്നാ പണി തരാം. സിമ്പിളാണേ, ആർക്കും കൊടുത്തിട്ടില്ല. അവിടെ ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ ചിന്തയുമില്ല. ഒരു കാര്യങ്ങൾ പോണ രീതികൾ മനസ്സിലാക്കണം. എന്നാൽ പണി തരാം, നിങ്ങൾക്ക് ഞാൻ 2 നിലയുള്ളൊരു ബേക്കറി പണി തരാമെന്ന്. അത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല, കളിയാക്കിയായിട്ട് തോന്നും. പക്ഷേ അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. പക്ഷെ അതൊക്കെ മുമ്പ് വേറൊരു സംഭവം നടക്കും.
ഹസ്ബൻഡ് സംസാരിക്കാൻ പോകുമ്പോൾ അവൾ പറയണ കേൾക്കാൻ രസമാണ്. ചാരം നിറത്തൊരു അമ്മ എൻ്റെ കുടുംബത്തിൽ വന്ന് ഞാൻ കണ്ടെന്ന്. അമ്മ പറഞ്ഞു, നിൻ്റെ ഭർത്താവ് പോയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആൾ നിനക്ക് ബേക്കറി പണി തരുമെന്ന്. നമ്മൾ ഈ ഉടമ്പടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പം ഒരു സാക്ഷ്യമൊന്നുമല്ല, അമ്മ ഇങ്ങനെ കൂടെ വീട്ടിലോട്ട് വരുന്ന പോലെയാണ് കാര്യങ്ങളുടെ ഒരു ആൾക്കാർ സാക്ഷ്യം പറയണത്. ഇപ്പം കാശുരൂപത്തിലാണെങ്കിൽ അവസാനം പറഞ്ഞ കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ? ഞാൻ കാശുരൂപം കൊണ്ടുപോയി അമ്മയുടെ നാമത്തിൽ 12 പ്രാവശ്യം ആശീർവദിച്ചതാണ് ആ കാശുരൂപ കുർബാന ചൊല്ലി. അതാ ഉടമ്പടി കാശുരൂപം എന്ന് പറയുന്നത്. ഞാൻ കാശുരൂപം കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞ ITS ഹോളിൽ കാശുരൂപം കയറ്റത്തില്ല. അപ്പം ഞാൻ ബന്ധിഞ്ഞലിട്ട് ഞാൻ ഉടുപ്പിനകത്തിട്ടെന്ന്. അത് എടുത്തു മാറ്റാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ വേറൊരു നേഴ്സ് വന്ന്, ഒരു ടീച്ചർ വന്ന് ഇടപെട്ട്, കുഴപ്പമില്ല അത് കിടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ പരീക്ഷ ഹോളിൽ ചെല്ലുമ്പോൾ എന്ത് പറ്റും? മൗസും പിടിക്കും, കാശുരൂപം പിടിക്കും. അവരൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി കണ്ടില്ലേ? മൗസ് ഒരു കൈ കൊണ്ട് പിടിക്കും, ഒരു രൂപ കാശുരൂപം പിടിക്കും. എന്താണ് പറയുക? അമ്മേ, ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ല, ക്രാഷ് കോഴ്സിന് പോലും പോയിട്ട് 4 ദിവസമേ പോയുള്ളൂ. എനിക്ക് ഉറക്കം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നിർത്തിയതാണ്. ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞതില്ല, എന്നെ കൊണ്ട് പണി ചെയ്യിക്കരുത്, എനിക്ക് ടെസ്റ്റ് എഴുതേണ്ട ഒന്നും വേണ്ട, എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴമ്മ പറയും, നീ എഴുതെന്ന് പറയും. എന്താ? മാർക്കിടുന്നത് ഞാനാണെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ഇതെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന ഈശോനെ പ്രകടമാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എന്താണ് ഈശോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഞെരുക്കങ്ങൾ ഉണ്ടാകണം. അല്ല ജോസനിൽ സമാധാനം കണ്ടെത്താനും, കുട്ടിച്ചാത്തലിൽ സമാധാനം കണ്ടെത്താനും, സ്ഥാനക്കാരിൽ സമാധാനം കണ്ടെത്താനും, പണിക്കലിൽ സമാധാനം കണ്ടെത്താനും അല്ല. ഞെരുക്കങ്ങൾ എന്തിനാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് പറഞ്ഞത്. ഹല്ലേലൂയ. 3 മാസം കൊണ്ടാണ് ആ ബേക്കറി പണി തീർന്നത്. 3 മാസം കൊണ്ട് 2 നില കെട്ടിടം പണി തീർന്നു. ഒന്നുമില്ലായ്മ തുടങ്ങിയതാണ്, സീറോയാ. അതായത് അയാളെ കൊണ്ടുപോയി അമ്മ ആ സ്ഥലത്ത് നിർത്തിയിട്ട് അമ്മ ഇവരുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി സംസാരിക്കാൻ പറഞ്ഞു. അയാളുമായിട്ട് ഭർത്താവും അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വീട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. നമുക്കിതൊന്നും കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ വരുമ്പോൾ മനസ്സിലാകും, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ്. കാര്യം അമ്മ വളരെ എന്തോ നിശ്ചയദാർഢ്യത്തോടു കൂടി ഓരോ മനുഷ്യൻ്റെ, സാധാരണമായ മനുഷ്യൻ്റെ കണ്ണുനീര്, അതായത് ഒന്നുമില്ലല്ലേ. ബൈബിൾ എന്താ പറയുക? അമ്മ ചെയ്യണേ ഇത്രേ ഉള്ളൂ, അവൻ പറഞ്ഞതുപോലെ ചെയ്യണേ. അവൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അതാണ് ചെയ്യണത് അമ്മ. അവൻ പറഞ്ഞത് അവനല്ലല്ല ചെയ്യണം, നമ്മളല്ല ചെയ്യേണ്ടത്. അവൻ പറഞ്ഞത്, അവനെന്താ പറഞ്ഞത്? ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, പഴയതെല്ലാം കടന്നുപോയി. ഐസയ്യാ വചനമില്ലേ 43:18, ഞാനൊരു പുതിയ കാര്യം ചെയ്യുമെന്ന്, പഴയത് നിങ്ങൾ ഓർക്ക് പോലും വേണ്ടെന്ന്. പഴയതെന്താ? നാട്ടുകാരുടെ മുമ്പിൽ, നമ്മളെ 10 പേരുടെ മുമ്പിൽ കൈ നീട്ടിയാലും നമുക്കൊരു ഡെഡ് ബോഡിയുടെ വില പോലും കിട്ടത്തില്ല. അതാണ് പഴയ കാര്യം. നമ്മളൊക്കെ ഒരു ആവശ്യം വന്നിട്ടേ നമ്മൾ ബന്ധുക്കൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, സ്വന്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയില്ല. എന്തിനു വേണ്ടി? നമ്മൾ സഹായിച്ചവർ പോലും കൈമരത്തിയിട്ടുണ്ട്. അതിൻ്റെ വടുക്കൾ, അതിൻ്റെ വേദന, അതിൻ്റെ നിരാശ ഒക്കെ നിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയണത്, മകനെ പഴയ കാര്യം ഓർക്കരുതെന്ന്. ബന്ധുക്കളിൽ നിന്ന്, സ്വന്തപ്പെട്ടവരിൽ, സഹായിച്ചവരിൽ നിന്നൊക്കെ നിനക്കൊണ്ട തിക്താനുഭവങ്ങളെ നീ മറന്നു കളയാൻ. ഐസയ്യാ 43:18 എന്താണ്? ഒരു പുതിയ കാര്യം ചെയ്യും. അത് ചെയ്യണം നിന്റെ ബന്ധുക്കളല്ല, നിന്റെ മക്കളല്ല, അത് ഞാൻ തന്നെയാണ്. കൈ അടുത്ത് കർത്താവ്. മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം. ഇപ്പോഴീ അഭിഷേക സ്തുതിപ്പിൻ്റെ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയതേ, ദൈവസ്നേഹം നിറയാൻ പ്രാർത്ഥിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ, മാനസിക അവസ്ഥ
മാനസിക അവസ്ഥ, ശാരീരിക വേദന എന്ത് തന്നെ ആയാലും ഞങ്ങളിലെ ദൈവസ്നേഹം നിറയാൻ നിലനിൽക്കാൻ അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമേ. എന്താ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? നമ്മൾ പരിശുദ്ധാത്മാവിനോടാണ്. പരിശുദ്ധാത്മാവിന് പ്രിയ വധുവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവെ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ തിരുക്കുമാണ്ട് അപേക്ഷിക്കണമേ. ഞാനിപ്പോൾ അത് ഓർത്തതാണ്. പ്രാർത്ഥന അങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ഇത് ചിന്തിച്ച് പ്രാർത്ഥിക്കണമല്ല. കർത്താവ് തരുന്ന പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. പക്ഷെ അത് കറക്റ്റാണെന്ന് പറഞ്ഞത് ഞാൻ മാനുഷികമായി പെട്ടെന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഓർത്തത്? കൊന്തപ്രാർത്ഥനയിലെ സുഹൃതജപം അതാണ്. ദൈവസ്നേഹം നിറയാൻ മക്കളെ എന്താണെന്ന് ദൈവസ്നേഹം ഇപ്പം തന്നെ നമുക്കറിയാം. ഇപ്പോൾ 21-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം ലൂക്കാൻ്റെ സുവിശേഷം എന്നാ പറയണത്? അധർമ്മം വർദ്ധിച്ചപ്പോൾ സ്നേഹം തണുത്തുപോയി. അല്ലേ? അധർമ്മം എന്ന് പറഞ്ഞാൽ അധർമ്മം വർദ്ധിച്ചപ്പോൾ സ്നേഹം തണുത്തുപോയി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. തണുത്തു പോകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് സ്നേഹം. അതെപ്പോഴും ഇങ്ങനെ ചൂടായി നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ സ്ത്രീധനം നിങ്ങൾക്ക് തന്നതിൽ നിന്ന് പൊന്ന് വാങ്ങിച്ച് അയാൾ പെട്ടെന്നൊരു സ്ഥലം എടുക്കേണ്ടി വന്നു. വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അത് നാട്ടുകാർ വാങ്ങിച്ചാൽ പിന്നെ അവിടെ പൊറുക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് പെങ്ങൾ ഓർത്ത് ശരിയാണല്ലോ. അപ്പം നിനക്ക് 2 പെങ്ങൾക്ക് കുഞ്ഞുങ്ങളല്ലേ, അവർ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ തിരിച്ചു തന്നോളാമെന്ന് പറഞ്ഞു ഇല്ലേ? പക്ഷേ അങ്ങനെ സ്ഥലവും മേടിച്ച് വെയിലും കേട്ട് പൊറുക്കുകയാണ്. നമ്മുടെ മകളുടെ കല്യാണം വന്നപ്പോൾ അവർ തെക്ക് വടക്ക് നോക്കുകയാണ്. നാത്തൂൻ വട്ടം ചവിട്ടിയിട്ടുണ്ട്. സംഭവം നമ്മൾ രക്ഷപ്പെടുന്നത് ആ പിശാചിന് കണ്ണുകടിയാണ്. അതുകൊണ്ട് അവനെ സ്ക്രൂ ചെയ്ത് പറഞ്ഞ് അപ്പോൾ അയാളും പൊട്ടം കളിക്കാൻ തുടങ്ങി. അധർമ്മമല്ലേ, അയാളും പൊട്ടം കളിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ബൈബിൾ എപ്പോഴും പറയുന്നുണ്ടെന്നറിയാമോ? നിങ്ങൾ പ്രഭുക്കന്മാരിലൊന്നും ആശ്രയിക്കരുതെന്ന് പറയും. അങ്ങനെ തരും, അളിയൻ തരും, അയൽവാസി തരും, പാർട്ടിക്കാർ തരും, സർക്കാർ തരും, പള്ളിക്കാർ തരും എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഒരു ആശ്രയവും പാടില്ല. എന്താ കാര്യം? ആശ്രയം ഒരാൾ മാത്രം. അതാണ് 145 സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. പിന്നെന്താണ്? രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുത്. അതായത് ഈ അനുഗ്രഹം മാത്രം തരുന്ന, ആനുകൂല്യം മാത്രം തരുന്ന മനുഷ്യരിൽ അവർ ചിലപ്പോൾ നാളെ ഭൗതികമായതുകൊണ്ട് തരാണ്ടിരിക്കാം. രക്ഷയും കൃപയും കൂടി കൃപയും അനുഗ്രഹം കൂടി തരാൻ പറ്റിയ ആൾക്കാരിലാണ് അതൊരാളേ ഉള്ളൂ. അല്ലേ? ഈശോ മാത്രമേ ഉള്ളൂ. അപ്പോഴേ എപ്പോഴെങ്കിലും ആരെങ്കിലും നീ ആശ്രയം വെച്ച ആൾക്കാർ കൈമലർത്തുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവിനെ ആശ്രയിക്കാനേ അർത്ഥമുള്ളൂ, അല്ലാതെ അവരെ തെളിവിളിക്കാൻ അർത്ഥമില്ല. നിങ്ങളുടനെ പറയും ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടാവും, ഞങ്ങളുടെ പുളിച്ചും പൂക്കും വട്ടം എന്നൊക്കെ പറയും. അങ്ങനെ ഒന്നും ഡയലോഗ് ഒന്നും ഫിറ്റ് ചെയ്യേണ്ട. അതൊക്കെ ലോകത്താന്മാരങ്ങനെ സംസാരിക്കണത്. അധർമ്മം വർദ്ധിച്ചപ്പോൾ അങ്ങയുടെ അധർമ്മം വർദ്ധിച്ചപ്പോഴെന്ത് പറ്റി? അങ്ങനെയുള്ള സ്നേഹം കുറഞ്ഞു. നമ്മുടെ മക്കൾക്കും കുറഞ്ഞ്. അമ്മാവൻ നമുക്ക് പണിയായല്ലോ എന്ന് പറയും. മക്കൾ പറഞ്ഞു മിണ്ടാണ്ടിരിക്കടാ, കുഴപ്പമില്ലടാ, ശരിയാകും, കുഴപ്പം ഇല്ലാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇല്ല ഉണ്ട് എനിക്കറിയാം, ഞാക്കുണ്ട്. അവർ കാർ മേടിക്കാൻ പോവുകയാണ്, നമുക്ക് മാത്രമേ കാശ് തരാതെ ഉള്ളൂ. മക്കൾ വിടത്തില്ല. അപ്പോൾ നമ്മൾ കർത്താവിന് മുമ്പിൽ നോക്കി കർത്താവ് മക്കൾ പറഞ്ഞാൽ ആങ്ങളെ ഫ്രോഡാണെന്ന് നമുക്ക് സങ്കടം വരും. അത്രയും വർദ്ധിച്ചപ്പോൾ സ്നേഹം തണുത്തു പോകും. അപ്പോഴേ സ്നേഹം തണുത്തു പോകുന്ന കാരണം കർത്താവ് പറയും, ഈ ആങ്ങളെ പ്രതി നീ സ്നേഹം തണുപ്പിച്ച് കളയരുത്. എന്താ കാര്യം? ആങ്ങളെ അല്ലല്ലോ, ഞാനല്ലേ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് സ്നേഹം നിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? നീ എലിയെ പേടിച്ചിട്ട് ആലക്ക് തീ ഇടരുത്. അങ്ങനെ അയൽവാസികൾ നിന്നെ പറ്റിച്ചെന്നും പറഞ്ഞ് നീ സ്നേഹം തണുപ്പിച്ച് കളയരുത്. സ്നേഹം തണുപ്പിച്ച് കളഞ്ഞാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റാതെ വരും. അപ്പോൾ നിനക്ക് നഷ്ടമാകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്തെല്ലാം പ്രശ്നമുണ്ടായാലും എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുവിൻ. യോഹന്നാൻ 15:9 ഇല്ലേ? അങ്ങനെ വചനമില്ലേ? എന്താ പറഞ്ഞിരിക്കണത്? എന്തെല്ലാം പ്രശ്നം, ആരെല്ലാം ചതിച്ചാലും വഞ്ചിച്ചാലും പറ്റിച്ചാലും കള്ളക്കേസ് കൊടുത്താലും നിങ്ങൾ അതിൻ്റെ പേരിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകരുത്. മറിച്ച് 15:9 യോഹന്നാൻ അനുസരിച്ച് കൊണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ.
എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ ആര് പറ്റിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാൻ അത് ഞാൻ നിങ്ങൾക്ക് തരും. യോഹന്നാൻ 15:7 കൈ അടിച്ചു കിടത്താണ്. ദൈവം നമ്മുടെ ഇപ്പോൾ ആങ്ങളെയായാലും വേറെ ആരായാലും നിങ്ങൾക്ക് നിങ്ങളെ ആശ്രയം വെച്ചിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ബാങ്കാകാം, ചിലപ്പോൾ ആ സമയത്ത് ചെല്ലുമ്പോൾ മാനേജർ മാറിപ്പോവും അല്ലേ? എത്രയോ പേരാ സാക്ഷ്യം പറയണത്. നമ്മുടെ ജോലിക്ക് വിദ്യാഭ്യാസ ലോണിനോ മകളെ കെട്ടിക്കാനോ നമുക്ക് ലോൺ തരാമെന്ന് പറഞ്ഞ മാനേജർ ആ സമയമാകുമ്പോൾ ചിലപ്പോൾ മാറിപ്പോയെന്ന് വരും. അപ്പോൾ ചില സമയത്ത് ഈ മനുഷ്യന്മാരെല്ലാം ഇങ്ങനെ മാറ്റത്തിന് വിധേയമാണ്. എനിക്ക് കർത്താവിൻ്റെ വചനമില്ലേ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലവും നിത്യവുമാണെന്ന്. ജെറമ്യാ 31:3 നമ്മൾ വായിക്കണില്ലേ അല്ലേ? അതെന്താ കാര്യം? നമ്മൾക്ക് അചഞ്ചലമായ സ്നേഹമാണ് ദൈവത്തിൻ്റെത്. ഈ വചനം പഠിപ്പിക്കാനാണ് ഇപ്പോൾ മാനേജറിനെ ട്രാൻസ്ഫർ ആക്കിയിരിക്കുന്നത്. മാനേജർ ട്രാൻസ്ഫർ ആകുമ്പോൾ നമ്മളുടനെ ചങ്കിടിക്കും, കർത്താവ് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ മാനേജറാണല്ലോ ട്രാൻസ്ഫർ ആയി പോയത്. അപ്പം നമ്മൾ തിരക്കും, ഈ അടുത്ത വല്ലയിടത്ത് വേണം, ഇല്ല പരപ്പരങ്ങാടിയിലാണെന്ന് പറയാം, മാതാവേ. അപ്പോൾ പിന്നെയും ചങ്കിടിപ്പം ഉണ്ടാവും. അതിൻ്റെ അർത്ഥം അതൊരു വചനമാണത്. അതെന്താ? ജെറമ്യാ 31 മാനേജറിൻ്റെ സ്ഥലം മാറ്റം ഒരു വചനമാണ്. എല്ലാം വചനമാണല്ലോ. എന്താ വചനം? മാനേജർ മാറും, കർത്താവ് എന്താ മലകൾ പോലും മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐസയ്യാ 54:10 മലകൾ മാറുമെന്ന്. പിന്നെയാണ് മാനേജർ മാറാത്തത്. ഇതെല്ലാം മാറുമെന്ന് ഓർത്തേക്കണം കേട്ടോ. മലകൾ മാറും. പിന്നെന്താ? കുന്നുകൾ അകന്നു പോകുമെന്ന്. ഒന്ന് പറഞ്ഞേ, മലകൾ മാറും, കുന്നുകൾ അകന്നു പോകും. അപ്പം നമ്മൾ ഉറപ്പ് വിചാരിക്കുന്ന പല ഉറപ്പും കുറുപ്പിൻ്റെ ഉറപ്പ് പോലെയാകുമെന്ന്. അതാണ് സംഭവം. മലകൾ മാറും, കുന്നുകൾ അകന്നു പോകും. പിന്നെ എന്താ അകന്നു പോകാത്തത്, മാറാത്തത്? എനിക്ക് നിന്നോടുള്ള സ്നേഹം വിട്ട് പിരിയത്തില്ലെന്ന് കൈ അടിച്ച് കർത്താവ്. ജെറമ്യാ 31:3 ഐസയ്യാ 54:10 എന്തിനാ പരിശുദ്ധാത്മ ഇപ്പോഴും വെളിപ്പെടുത്തിയത്? അതായത് ഇങ്ങനെ ലൂക്കാ 21:24 അനുസരിച്ച് കൊണ്ട് അധർമ്മം വർദ്ധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഉറപ്പായിരുന്നവർ പോലും ചില സമയത്ത് നമ്മളെ കണ്ടില്ലെന്നടിക്കും. നമുക്ക് സഹായിക്കാൻ, നമ്മുടെ മകളെ കൊണ്ടുപോകാം, ജോലി കൊടുക്കാൻ, നമ്മുടെ മകനെ കൊണ്ടുപോകാൻ ജോലി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞവരും തക്ക സമയത്ത് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞവരും പറയും, അയ്യോ പെട്ടെന്നൊരു ചിലവുണ്ടായി, ഒരു മറിച്ചിലുണ്ടായി, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയും. അത് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടും കാര്യമില്ല. ഇങ്ങനെ പലപ്പോഴും നിരാശകൾ നമ്മുടെ ഉള്ളിൽ വരും. ഈ നിരാശ വരുമ്പോഴും സ്നേഹം തണുക്കുമ്പോഴും, നിരാശ വരുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? പുത്രൻ തമ്പുരാന് മാതാവായിരിക്കണ പരിശുദ്ധ ദൈവ മാതാവേ, ഞങ്ങളിൽ ദൈവ ശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ. അതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം നിരാശ വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അതാ. കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് ആശ്രയിച്ച സംഭവം കൈവിട്ട് പോകുമ്പോൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. എന്തിനാണത്? അത് അഭിഷേകമായി മാറും. ഭയങ്കരമായ സുഹൃജപങ്ങളാണുള്ളത്. അതുപോലെ തന്നെ സ്നേഹം പോകുമ്പോഴും അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്ത് പോകില്ല. അപ്പോഴും ദൈവപൈതൽ പ്രാർത്ഥിക്കണം. എന്താണ്? സ്നേഹം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകാൻ പാടില്ല. കാര്യം മീൻ വളരണ എവിടെയാണ്? വെള്ളത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വളരണ എവിടെയാണ്? നമ്മുടെ സ്നേഹത്തിലേ നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഈശോയെ നിലനിൽക്കും. ഇൻ മൈ ലവ് ആൻഡ് ഐ വിൽ ഡ്വെൽ ഇൻ യു. കർത്താവിൻ്റെ വാക്കൊക്കെ ഭയങ്കര ശബ്ദമാണ്. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. കൈ അടിച്ച് കർത്താവ്. മക്കളെ, നിരാശയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പോൾ കർത്താവ് വെളിപ്പെടുത്തി അല്ലേ? പ്രത്യാശയുടെ പ്രകടനം ചൊല്ലിയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. സ്നേഹം തണുത്തു പോയാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈശോ പറഞ്ഞു. എന്താ പറഞ്ഞത്? സ്നേഹത്തിൻ്റെ പ്രകടനം ചൊല്ലി നിങ്ങൾ ആ സ്നേഹത്തിൻ്റെ ലെവൽ കീപ്പ് ചെയ്യണം. ഈ സ്നേഹത്തിൻ്റെ ലെവൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണ്? ഈശോയ്ക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യമാകും. ഈശോ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ. ഒരു സാക്ഷി ഈ ദിവസങ്ങളിൽ കേട്ടത് ഭയങ്കര രസമാണ്. അപ്പോൾ അവർ വാടകയ്ക്ക് താമസിക്കുന്ന എറണാകുളത്ത് വാടകയ്ക്ക് താമസിക്കുക. ഭർത്താവ് എൻജിനീയറാണ്, പക്ഷേ ജോലിയില്ല. പഠിച്ചിട്ടുണ്ട്, 2 മക്കളുണ്ട്, അവരെയും പഠിപ്പിക്കണം. അപ്പോഴേ നിത്യച്ചെലവിനുള്ള വഴി പോലും ഇപ്പം പരിങ്ങലിലാണ്. വാടക കൊടുക്കണ്ടേ, അതും കൂടി കുഴപ്പത്തിലായി. അപ്പോൾ ഒരു മാർഗം കാണുന്നില്ല. മാർഗം കാണാതെ വന്നപ്പോൾ അവർ ചെയ്തത് എന്താ? വന്ന് ഉടമ്പടി ചെയ്ത്
ഉടമ്പടി ചെയ്ത പിറ്റേ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. ആ ഇൻ്റർവ്യൂവോട് കൂടി അവർ ഇൻ്റർവ്യൂവിന് പോയി. തമിഴ്നാട് ബേസ്ഡ് കമ്പനിയാണ്. അവിടെ തമിഴിയൻസിനെ മാത്രമേ എടുക്കത്തുള്ളൂ. പക്ഷേ ഉടമ്പടി ചെയ്തിരിക്കണം, കാരണം ആ മകനെ അവിടെ എടുത്തു. അപ്പോൾ ഓർത്തിന് പോണ്ടിച്ചേരി പോയി വർക്ക് ചെയ്യേണ്ടല്ലോ വരുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കമ്പനി പറഞ്ഞു, ഞങ്ങൾക്കൊരു ഫേം കളമശ്ശേരിയിലുണ്ട്, അവിടെ വർക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. എൻജിനീയറായിട്ടും മാനേജറായിട്ടും സൂപ്പർവൈസറായിട്ടും ഒക്കെ അവിടെ ജോലി കിട്ടി, അക്കോമഡേഷൻ കിട്ടി, അവിടെ തന്നെ ക്വാർട്ടേഴ്സും കിട്ടി. ഒരു കാര്യം കൂടെ എങ്ങനെയാണ്, ഒരു പുതിയ കാര്യം ദൈവം ചെയ്യാൻ ആരെങ്കിലും പറ്റിച്ച് ഏതെങ്കിലും തരത്തിൽ തളർന്നു പോയാൽ നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ ആ സ്നേഹം കീപ്പ് ചെയ്യണം. ആ സ്നേഹം കീപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, കർത്താവിന് പ്രവർത്തിക്കാനുള്ള ഒരു വശം കിട്ടും. കർത്താവ് പ്രവർത്തിച്ചാൽ നമ്മുടെ ആസ്തി നോക്കിയല്ല ഈശോ പ്രവർത്തിക്കണത്. കർത്താവ് എല്ലാം പുതുതായിട്ട് ചെയ്യും. നമ്മൾക്ക് 50 ഉണ്ട്, ബാക്കി 5 മതി കർത്താവിൻ്റെക്ക് എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഒന്നുമില്ല, 0 കർത്താവിൽ നിന്ന് എല്ലാം വേണമെന്ന് പറഞ്ഞാൽ കർത്താവ് എല്ലാം പുതുതായിട്ട് ചെയ്യും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമുള്ളത് കൊണ്ട് അത് കുറച്ചുകൂടി എളുപ്പം നടക്കും. സമയത്തിൻ്റെ മുമ്പേ അത് നടക്കും. എന്താ കാര്യം, അമ്മ അധികാരത്തിൽ നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഇത് ഗസ് ചെയ്ത ഒരു പ്രാർത്ഥനയല്ല. ഇത് 31 കൊല്ലത്തെ ഉപവാസത്തിൻ്റെ അന്ത്യത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് 12-ാം കൊല്ലം അമ്മ തന്നെ കാണിച്ച പോംവഴിയാണ് ഉടമ്പടി പ്രാർത്ഥന. ഉടമ്പടി പ്രാർത്ഥന ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മക്കളെ ശരി, ഞാൻ എപ്പോഴും കർക്കശം കാണിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഞാൻ കർക്കശക്കാരനായത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടരുതെന്ന് ചിന്തിച്ചിട്ടാണ്. കാര്യം നിങ്ങൾ ഉഴപ്പിയോ പഴയ മുൻകാല അനുഭവം വെച്ചുകൊണ്ട് ഉടമ്പടിയായിട്ട് വല്ലതും കാട്ടിക്കൂട്ടി വിളക്കാൻ തേക്കണത് പാണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി കാര്യത്തിൽ കർക്കശം കാണിക്കണം. ഒരു ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, എന്താ എൻ്റെ ഭർത്താവിന് പത്രം കൊടുക്കണൊക്കെ നാണക്കേടാ, പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് കുടിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം മണിക്കൂറുകളും മൈലുകളും അകലെ കൊണ്ടുപോയി പ്രേക്ഷിത വേല ചെയ്തെന്ന്. പ്രേക്ഷിത വേലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സത്യസന്ധരായിട്ട് ഉള്ളിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഉടമ്പടി പ്രകാരം ചെയ്ത് കാട്ടിക്കൂട്ടി ഒപ്പിക്കുകയല്ല, മറിച്ച് പത്രം വായിക്കുന്നവൻ നിന്നെ തിരക്കി വന്ന് നിൻ്റെ വചനം കേൾക്കണമെന്ന് പ്രാർത്ഥിക്കണം. നീ രാത്രി എഴുന്നേറ്റിരുന്ന് കണ്ണീരിട്ട് പത്രം വെച്ച് പ്രാർത്ഥിക്കണം. നാളെ 5 എടുത്തോ പിടിയോ എന്നും പറഞ്ഞ് കൊടുക്കേണ്ടതല്ല. 10 പത്രം കൊടുത്താൽ മതിയെങ്കിൽ, അത്രയും സമയമുണ്ടെങ്കിൽ 10 കൊടുത്താൽ മതി. ഡിസംബർ മാസം മുഴുവൻ കൊടുക്കാൻ സമയമുണ്ട് നമുക്ക്. ആ 10 പത്രം കൊടുത്തിട്ട് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ പത്രം കൊടുക്കണമല്ല പ്രശ്നം, ഇത് വായിക്കണവൻ നിന്നെ തിരക്കി വരണം. നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ, ഞാനിത് കേൾക്കാത്ത കാര്യമാണ്, നിങ്ങളും കേട്ടിട്ടില്ല. ഇപ്പോഴും പത്രത്തിൻ്റെ സാക്ഷ്യം സൗഖ്യം തുടരുകയാണ് അല്ലേ, ഇപ്പോഴും തുടരുകയാണ്. ഇത് നമ്മളൊരു ചിന്തിച്ചതോ പറഞ്ഞതോ പറയിപ്പിച്ച് ചെയ്യണതോ വല്ലതും ആണോ? അവരവർക്ക് ആത്മാവ് വെളിപ്പെടുത്തുന്ന പോലെയാണ് അവരവർ ചെയ്തിട്ട് അനുഭവം പ്രാപിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താ, അമ്മ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് മക്കളിത് തമാശയായിട്ടും കളിയായിട്ടും ഒന്നും എടുക്കരുത്. അല്ലെങ്കിൽ കുറച്ച് നാളിങ്ങനെ ആരംഭശൂരത്വം കാണിച്ചിട്ട് പിന്നെ ഉഴപ്പരുത്. നീ ഉഴപ്പിയാണ് അല്ലെങ്കിൽ ഉഴപ്പനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സംഭവം ലാഗ് ചെയ്തുകൊണ്ട് ആദ്യമേ ലാഗ് ചെയ്യാൻ തുടങ്ങും. നീ വിചാരിക്കണ 2 മാസം കുടി നിർത്തിയേക്കാം, അല്ലെങ്കിൽ 21 ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കാം, പിന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഉഴപ്പി, പിന്നെ തന്നെ ചെല്ലാൻ തുടങ്ങി, പിന്നെ ഉടമ്പടി പ്രാർത്ഥന ഉഴപ്പി, ഇങ്ങനെ അവസാനം ഉഴപ്പാവുന്ന ആരംഭശൂരത്വം കയറി പ്രാർത്ഥിക്കുകയും അവസാനം ഉഴപ്പാവെന്ന് തീരുമാനിച്ചാൽ നീ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കണമെന്ന് ഓർക്കണം. നിൻ്റെ അന്ത്യം വരെ അന്ത്യത്തിൻ്റെ അപ്പുറത്ത് നിന്നെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നീ ഉഴപ്പവും ദൈവത്തെ നേരത്തെ മനസ്സിലായാൽ അതുപോലെ താമസിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് പഠിക്കണ അബദ്ധം എന്താണ്, നിങ്ങൾ മനുഷ്യന്മാരോട് ഇടപെടണ പോലെ ദൈവത്തോട് ഇടപെട്ട് നിങ്ങൾ പഴയ ഫേക്കായിട്ടുള്ള ആൾക്ക് തന്നെയാണ്. നിങ്ങളിതിൽ ആരംഭശൂരത്വം വഴി കാണിച്ചിട്ട് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി തൽക്കാലത്തേക്കുള്ള പരിപാടിയാണ്. ജോലി കിട്ടണവരെ അല്ലെങ്കിൽ ടെസ്റ്റിന് പോണവരെ അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതണവരെ ഉടമ്പടിയുടെ ആദ്യ പവറിൽ അങ്ങോട്ട് പോകും. പിന്നെ പവർ കുറഞ്ഞ് വരും. പിന്നെ എഴുന്നേക്കണ താമസിച്ച് പോകും. 7:30 എഴുന്നേക്കും. അപ്പോൾ വിചാരിക്കും സാരമില്ല, ഇന്ന് ഉടമ്പടി പ്രാർത്ഥന മുടങ്ങിപ്പോയി, ഒന്ന് കുമ്പസാരിച്ചേക്കാമെന്ന് വിചാരിക്കും. കുമ്പസാരിക്കൊന്നും വേണ്ട, മനസ്സാപ്രകടനം ചെയ്യാൻ മതി. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടിയുടെ പവർ തീർന്നതിനാൽ അതാണ് പ്രശ്നം വരുന്നത്. കാര്യം നിങ്ങൾ അവിശ്വസ്തരാണെന്നുള്ളത് ദൈവതിരുസന്നിധി പിടികൊടുത്തു പോയി. കാര്യം വിശ്വാസം ചെയ്യണ കാര്യമല്ല ഇത്, വിശ്വസ്തതയുള്ളവർ ചെയ്യണ കാര്യമാണ്. അത് വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ പോലും നമ്മൾ അടക്കം കഴിഞ്ഞ് വന്നിട്ട് ഉടമ്പടി പ്രാർത്ഥന ചെയ്യും നമ്മൾ. കാര്യം അത് മരിക്കാത്ത ആളുമായിട്ട് തിരിക്കുന്ന ഉടമ്പടിയാണ്. അതെപ്പോഴും ആ ഒരു ബോധം നമുക്കുണ്ടാകണം.
ദൈവവുമായിട്ട് ഇടപെടുമ്പോൾ നിങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രവാചകനെന്ന് കരുതി സ്നേഹിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം, നീതിമാനെന്ന് കരുതി സ്നേഹിക്കുന്നവർക്ക് നീതിമാൻ്റെ പ്രതിഫലം, നീതിമാനെ യേശുക്രിസ്തുവിനെ രക്ഷകനായി കണ്ട് ആരാധിക്കുന്നവർക്ക് രക്ഷകൻ്റെ വിടുതൽ. കൈ അടിച്ച് കർത്താവ് നിങ്ങൾ ഇപ്പോൾ സന്ദേശത്തിൻ്റെ സമയമാണെന്ന് തോന്നുന്നു. ഈശോ പല പല കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടത് 2 ഉപ്പുകുറ്റികളാണ്. പക്ഷെ ഉപ്പുകുറ്റി പ്രായമുള്ളതല്ല, എങ്ങനെയായാലും ഒരു 9 വയസ്സോ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ളതാണ്. ആളിന് 2 ഉപ്പുകുറ്റിയാണ്. ഉപ്പുകുറ്റി നിലത്ത് ചവിട്ടാൻ പറ്റണില്ലെന്ന് തോന്നണം. അതോ അത് എത്താത്തതാണോ അതോ അകത്തതിന് ബലമില്ലാത്തതാണോ എന്നറിയത്തില്ല. ആ നിലത്ത് കുത്തി ഉറപ്പായി നടക്കാൻ പറ്റാത്ത ഉപ്പുകുറ്റികളുടെ ആ മകനെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. നമ്മൾ ആരാധന സമയത്ത് അണ്ടാശയങ്ങളെ കാണിച്ചായിരുന്നു, ഇന്ന് കുർബാനയ്ക്ക് കാണിച്ചായിരുന്നു. ഞാൻ കുർബാനയിൽ എപ്പോഴും ആകസ്മികമായി അവിചാരിതമായി അണ്ടാശയം ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അതിനർത്ഥം അണ്ടാശയത്തെ ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കാത്ത വ്യക്തികൾ, ചിലപ്പോൾ അണ്ടാശയത്തിൽ ചിലപ്പോൾ ട്യൂബിൽ ഗർഭം ധരിക്കുന്നവർ, ട്യൂബാണല്ലോ മൊത്തം കാണുന്നത്. ഈ ട്യൂബുമായിട്ട് അണ്ടാശയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തകരാറുകൾക്കും ഈ ആരാധന കർത്താവ് സൗഖ്യം നൽകുന്ന. സുദ്ഗര ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സുദ്ഗര ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിൽ നേരത്തെ ആദ്യം നമ്മൾ സ്തുതിച്ചപ്പോൾ കരുകരിപ്പുള്ള കണ്ണുകളെ കർത്താവ് കാണിച്ചു. കരുകരിപ്പുള്ള കണ്ണുകൾ എന്ന് വെച്ചാൽ ഇടയ്ക്ക് കട്ടിയുള്ള ചൊറിയണ ദ്രാവകം കണ്ണിൽ നിന്ന് വന്നിട്ട് കണ്ണിലെ കാഴ്ച മങ്ങി വരും. ആ കണ്ണുകളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. അച്ഛൻ ഈ സന്ദേശം തുടങ്ങിയപ്പോൾ അച്ഛൻ ഈ സന്ദേശം തുടങ്ങാൻ പോയപ്പോൾ ഒരു സന്ദേശം വന്നു. വൃഷണങ്ങളാണ്, വീക്കമാർന്ന വൃഷണം ഇങ്ങനെ വലുതായി വരും, പക്ഷെ അതിൽ ബീജമൊന്നും ഉൽപ്പാദിപ്പിക്കണമെന്നില്ല. അത് പ്രത്യേക രോഗമാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞ് അതൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആ വൃഷണങ്ങളുള്ള വ്യക്തിക്ക് മക്കളില്ലായിരിക്കും, പക്ഷേ കർത്താവ് ആ വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന. ഇടത് കാലം മുരടിച്ചിരിക്കുകയാണ്. പുരുഷനാണ്, ഇടത് കാലം മുരടിച്ചിരിക്കുകയാണ്. അയാൾക്ക് ഏറ്റവും കംഫർട്ടായിരിക്കുന്നത് അയാൾ പടിഞ്ഞോട്ട് നോക്കി കിടക്കുമ്പോഴാണ്. സാധാരണ പടിഞ്ഞോട്ട് തലവെക്കുന്ന ആളാണ്. ഇടത് കാലിന് മറ്റേ വലത് കാലിനേക്കാളും ഒരു ഒരു മരവിപ്പുണ്ട്. ആ കാലിനെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സുരലിയ.